ഇന്നത്തെ ദൗത്യം അല്പസമയങ്ങൾക്കകം തന്നെ പൂർണ്ണതോതിൽ ആരംഭിക്കും. ഇപ്പോൾ NDRFിൻ്റെ സംഘം മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ട്രെയിൻ കിടക്കുന്നതിനിടയിലുള്ള സ്ഥലമാണ്. സ്വാഭാവികമായും ആ ട്രെയിൻ അവിടെ നിന്നും മാറാതെ ഇന്നലെ രാത്രി രക്ഷാദൗത്യത്തിനായി ആ പാളത്തിലൂടെയുള്ള ട്രെയിൻ ഗതാഗതം അവർ അവസാനിപ്പിച്ചിരുന്നു. പക്ഷേ വീണ്ടും രാത്രിയിൽ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശം NDRF നൽകിയതിനെ തുടർന്ന് വീണ്ടും അതിലൂടെ ട്രെയിൻ ഗതാഗതം തുടങ്ങി. ഈ ട്രെയിൻ മാറിയതിന് ശേഷം മാത്രമേ ഇനി അവിടേക്ക് ഇറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം നടക്കൂ. അല്പസമയത്തിനകം തന്നെ ആ ട്രെയിൻ പുറപ്പെടും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ ഏകോപനം നടക്കുന്നുണ്ട്. അതിനാൽ തന്നെ അധികം അത് വൈകില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. നിലവിൽ കളക്ടറും ഡെപ്യൂട്ടി കളക്ടറും നഗരസഭാ സെക്രട്ടറി അടക്കമുള്ളവരും ഇവിടെയുണ്ട്. അവരാണ് ഈ കാര്യങ്ങൾ ഏകോപിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. കളക്ടർ ജെറോമിക് ജോർജ് അടക്കമുള്ളവർ ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭയുടെ ഭാഗത്തു നിന്നുള്ള ആളുകളും എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏത് തരത്തിൽ ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു തീരുമാനത്തിനായാണ് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇന്നലത്തേതുപോലെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, മാലിന്യം നീക്കാതെ തന്നെ വലിയ തോതിൽ മാലിന്യം നീക്കം ഉണ്ടാകാതെ അതിനിടയിലൂടെ കടന്നുപോയി ഉള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇവർ കടക്കുമോ, അതോ മാലിന്യം നീക്കിയതിന് ശേഷമുള്ള രക്ഷാപ്രവർത്തനമാകുമോ ഇനി ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അല്പസമയത്തിനകം അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. NDRFിൻ്റെ സംഘം എന്തായാലും നിലവിൽ പ്രാഥമിക പരിശോധന ഈ രണ്ട് സ്ഥലങ്ങളിലും, ഈ മൂന്നാം പ്ലാറ്റ്ഫോമിന് സൈഡിലുള്ള ടണലിലും അതോടൊപ്പം തന്നെ ഇവിടെ ഈ തുരങ്കം തുടങ്ങുന്ന ടണൽ തുടങ്ങുന്ന സ്ഥലത്തുള്ള ആ പ്രദേശത്തും പരിശോധനകൾ നടത്തിയിരുന്നു. നിലവിൽ എന്തായാലും അവർക്ക് വേഗത്തിൽ ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് ഈ നമ്മുടെ ഇന്നലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു സ്കൂബ ഡൈവിംഗ് ടീമും അതോടൊപ്പം തന്നെ കേരള ഫയർഫോഴ്സിൻ്റെ അംഗങ്ങളുമൊക്കെയാണ്. അവർക്ക് താഴേക്ക് ഇറങ്ങുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം അവിടെ സജ്ജമാവുകയാണ്. ഈ ട്രെയിൻ പോയാൽ ഉടൻ തന്നെ, അധികം വൈകില്ല എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഇന്നത്തെ രണ്ടാം ദിവസത്തെ രക്ഷാപ്രവർത്തനം ആരംഭിക്കും. പക്ഷേ അത് എത്രത്തോളം ഫലവത്താകും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇന്നലെയും സമാനമായി തന്നെയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് NDRF ആണ്. ഇതിലും വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അത് വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ള ആളുകളാണ്. അതിനാൽ തന്നെ അവരിൽ നമ്മൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. എന്തായാലും അവിടേക്കുള്ള അവരുടെ രക്ഷാപ്രവർത്തനം അല്പസമയങ്ങൾക്കകം തന്നെ ആരംഭിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ അല്പസമയങ്ങൾക്ക് ഇപ്പോൾ ഈ ഡെപ്യൂട്ടി മേയർ PK രാജു കൂടി ചേരുന്നുണ്ട്. ഇന്നത്തെ ഒരു രക്ഷാപ്രവർത്തനം ഇനി തുടർന്നുള്ള പരിപാടി അതെങ്ങനെയാണ്? നമ്മൾ ഇന്നലെ തീരുമാനിച്ചത് പ്രകാരം രാത്രി 2 മണിക്ക് തീരുമാനിച്ചല്ലോ. മേയറും കളക്ടറും ഞാനുൾപ്പെടെ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ ഫയർഫോഴ്സിൻ്റെ മേധാവി ഉൾപ്പെടെ നമ്മൾ തീരുമാനമെടുത്തതനുസരിച്ച് രാവിലെ 7 മണിക്ക് നമ്മുടെ ദൗത്യം നമുക്ക് കാണാതെ പോയ ജോയിയെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോൾ രാവിലെ തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും എത്തിയിട്ടുണ്ട്. മേയർ എത്തിയിട്ടുണ്ട്, ഞാൻ എത്തിയിട്ടുണ്ട്, കളക്ടർ എത്തിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നിങ്ങളിവിടെ കാണേണ്ടത് എവിടെയാണ് റെയിൽവേ അധികാരികൾ. ഇന്നലെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം പത്രദൃശ്യ മാധ്യമങ്ങൾ പറഞ്ഞതിന് ശേഷവും ആ ഡിവിഷണൽ അസിസ്റ്റൻ്റായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ റീജിയണൽ മാനേജറോ ആരെങ്കിലും ഒരാൾ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരിവിടെ വന്ന് നിൽക്കുവാൻ ഇതുവരെ തയ്യാറായി. ഒരു ഏകോപനത്തിൽ കുറവുണ്ടാകുന്നുള്ളൂ. അത് തടസ്സമാകുന്നുള്ളൂ. ഏകോപനത്തിൽ എത്താത്തത് ഞങ്ങളല്ല. ബാക്കി ഞങ്ങളുടെ സർക്കാർ ജില്ലാ ഭരണകൂടം ഇവിടെ ഇല്ലേ, നഗരസഭയുടെ സെക്രട്ടറി ഇവിടെ ഇല്ലേ, ഫയർഫോഴ്സിൻ്റെ മേധാവി ഇവിടെ ഇല്ലേ, ദൗത്യസംഘത്തിൻ്റെ മേധാവി ഇവിടെ ഇല്ലേ, മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ 65 ജീവനക്കാരിവിടെ ഇല്ലേ. ഞങ്ങളുടെ വാഹനം റെഡിയാണ്. റെയിൽവേയുടെ ഇല്ലാത്തത്. റെയിൽവേക്കാണ് വീഴ്ച വന്നിട്ടുള്ളത്. ഇന്നത്തെ രക്ഷാപ്രവർത്തനം തുടങ്ങുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ വൈകുന്നേരം തീരുമാനിച്ചതുപോലെ ഈ മാലിന്യം നീക്കിയ ശേഷമായിരിക്കും ഇവർ അകത്തേക്ക് പോകുക, അതോ ഈ സമാന്തരമായി അകത്തുള്ള പരിശോധനയും മാലിന്യം നീക്കുന്നതിന് വേണ്ടിയുള്ള JCBയും അതിൻ്റെ ജീവനക്കാരും എല്ലാം എത്തിക്കഴിഞ്ഞു. മാലിന്യം നീക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആധുനിക സൗകര്യത്തോടു കൂടി ഇതിനെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള ശ്രീമാൻ ജോയിയെ കണ്ടുകിട്ടുന്നതിനുള്ള എല്ലാ മാർഗങ്ങളും ഇന്ന് ലോകത്തുള്ള നമ്മുടെ രാജ്യത്തുള്ള എല്ലാ സാങ്കേതിക കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു. ഇന്നത്തെ രക്ഷാപ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള കാര്യമാണ് ഡെപ്യൂട്ടി മേയർ വിശദീകരിച്ചത്. എന്തായാലും നിലവിൽ റെയിൽവേയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെ ഭാഗത്തു നിന്നും നിർദ്ദേശം പോയിട്ടുണ്ട്. അവരുടെ ഉദ്യോഗസ്ഥരാരും നിലവിൽ ഇവിടെ ഇല്ല എന്നൊരു പരാതിയാണ് ഇപ്പോൾ PK രാജു പറയുന്നത്. ഇന്നലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള ആരോപണവും പ്രത്യാരോപണവും ഒക്കെ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇവരുടെ ഭാഗത്തു നിന്നും എല്ലാം പരസ്പരം ഉണ്ടായിരുന്നു. എന്തായാലും പ്രാഥമികമായി ഇപ്പോൾ അങ്ങനെ ഒരു പരസ്പരം പഴിചാരി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമല്ല. എന്തായാലും ഇപ്പോൾ റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടായിട്ടുണ്ട്. ഈ ട്രെയിൻ അവിടെ നിന്നും മാറ്റാനുള്ള തീരുമാനം. ട്രെയിൻ അധികം താമസിയാതെ തന്നെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും മാറും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ പിന്നീട് രക്ഷാപ്രവർത്തനം കൂടുതൽ വേഗത്തിൽ നടക്കും. അവിടേക്ക് കയറുകെട്ടി ഇറങ്ങണമെങ്കിൽ പോലും ആ ട്രെയിൻ അവിടെ നിന്ന് മാറേണ്ടതുണ്ട്. 2 പാളങ്ങൾക്കിടയിൽ നമുക്ക് ഈ പാളം കാണുമ്പോൾ മനസ്സിലാകും. ഒരു ഉദാഹരണത്തിന് ഒരു വ്യത്യാസം കാണാൻ കഴിയും. ചെറിയ ഗ്യാപ്പ് മാത്രമാണ് ആ സൈഡിലുള്ളത്. അവിടെ നിന്ന് വേണം ഈ ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർക്ക് താഴേക്ക് ഇറങ്ങാനും മറ്റുമൊക്കെ. അതിനാൽ തന്നെ ഈ ട്രെയിൻ മാറിയില്ല എങ്കിൽ അവിടേക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായൊരു കാര്യമായി മാറും. അതിനാൽ തന്നെ ട്രെയിൻ പോകുന്നതിനുള്ള കാത്തിരിപ്പാണ്. അധികം വൈകില്ല എന്നുള്ളതാണ്. ഇപ്പോഴെങ്ങാനും സർവീസ് നടത്തുന്ന ട്രെയിനാണോ, ഇപ്പോൾ പോകാനുള്ള ട്രെയിനാണോ, അതോ ഇനിയും ഏറെ കാലതാമസം ഉണ്ടാകുമോ? എന്താണ് റെയിൽവേ അതിലെന്തെങ്കിലും ഒരു മറുപടി നൽകുന്നുണ്ടോ? സമയം മുന്നോട്ട് പോകുന്നതോറും ഇതൊരു രക്ഷാപ്രവർത്തനമാണ് നടക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് മഴയൊക്കെ പെയ്താൽ അത് വീണ്ടും വലിയ പ്രശ്നങ്ങളുണ്ടാവും. മഴ മുന്നറിയിപ്പൊക്കെ ഉണ്ടല്ലോ. ഒരു സാഹചര്യത്തിൽ എന്താണ് റെയിൽവേ പറയുന്നത്? ഇന്നലെ ഇത്തരം തീരുമാനമുണ്ടായപ്പോൾ ആദ്യ 4 ട്രാക്കുകളിലൂടെയുള്ള ഗതാഗതം ഒഴിവാക്കി തന്നിരുന്നു റെയിൽവേ. അതിനുശേഷം രാത്രിയിൽ ഈ രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്ന സമയത്താണ് വീണ്ടും ട്രെയിൻ അവിടേക്ക് എത്തിയത്. ഇപ്പോൾ ഈ ട്രെയിൻ പുറപ്പെടാൻ കിടക്കുന്ന ട്രെയിനാണ്. അധികം വൈകില്ല. ഒരു 10-15 മിനിറ്റിനുള്ളിൽ ആ ട്രെയിൻ അവിടെ നിന്ന് പോകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ അനൗൺസ്മെൻറ്റുകളും മറ്റുമൊക്കെ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഈ ട്രെയിൻ അങ്ങ് കടന്നു പോകും. അങ്ങ് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് വേഗത്തിൽ രക്ഷാപ്രവർത്തനം ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഉദ്യോഗസ്ഥർ സർവ്വസന്നാഹങ്ങളുമായി സജ്ജരായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ട്രെയിൻ ഇവിടെ നിന്ന് മാറുന്നതാണ് ആ ഭാഗത്തെ പ്രതിസന്ധി. അതായത് സമാന്തരമായി ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനൊപ്പം തന്നെ മറുഭാഗത്തും നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തനത്തിന് കാര്യമായ പ്രതിസന്ധിയില്ല. അവിടെ ഈ മാലിന്യം ഇന്നലെ മാറ്റിയ സ്ഥലത്ത് NDRFൻ്റെ ഉദ്യോഗസ്ഥർ ഇറങ്ങി ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. അവർ അകത്തേക്ക് കടക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയാണ്. ഇവിടുത്തെ മറുഭാഗത്തെ പരിശോധന മാത്രമാണ് അല്പം വൈകുന്നത്. ഇവിടെ എന്തായാലും രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാത്രമല്ല ഇവിടെ ഇറങ്ങുന്നത് പോലെ അത്ര എളുപ്പമാകില്ല ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഇറങ്ങുക. ഇവിടെ ഇന്നലെ JCB ഉപയോഗിച്ചുകൊണ്ട് 5 ലോഡ് മാലിന്യം ഇവിടെ നിന്നും കോരി മാറ്റിയതിനാൽ തന്നെ ഇവിടേക്ക് ഇറങ്ങുന്നതിന് കാര്യമായ പ്രശ്നമില്ല. താഴെ ചെളിയും അധികമില്ല. ഈ ഉദ്യോഗസ്ഥർക്ക് നിൽക്കുന്നതിന് ഉള്ള ഒരു സ്ഥലം അവിടെയുണ്ട്. പക്ഷേ മറുഭാഗത്തെ സ്ഥിതി അതല്ല. അവിടെ മാൻഹോളാണ്. ആ മാൻഹോളിലൂടെ വേണം താഴേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഇറങ്ങി താഴേക്ക് എത്തിയ ശേഷം മാത്രമേ അതിനുള്ളിലൂടെ ടണലിനുള്ളിൽ പ്രവേശിക്കാൻ പറ്റൂ. ഇന്നലെ അവിടെ ഉദ്യോഗസ്ഥർ ഇറങ്ങിയ സമയത്ത്, ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇറങ്ങിയ സമയത്ത് അവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അകത്തേക്ക് ഇറങ്ങി വളരെ കുറച്ച് സമയം മാത്രം അവിടെ തുടർന്ന ശേഷം അവർക്ക് തിരികെ കയറേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ഇന്നലെ രാത്രി കുറേയൊക്കെ മാലിന്യം മാറ്റിയതിനാൽ തന്നെ ഇന്നിപ്പോൾ അത്തരത്തിൽ ഗുരുതരമായൊരു പ്രശ്നം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. എന്തായാലും ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. അല്പസമയത്തകം തന്നെ അവർക്ക് അതിന് ഉള്ളിലേക്ക് ഇറങ്ങാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.